ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ അതേ കാലത്തിന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ വേഗം വേഗം പണികളൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തിരിച്ച് വന്നു. അപ്പോൾ അതേ ഭക്ഷണമൊക്കെ കഴിച്ചു, രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ടിഫിനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, നമ്മൾ അമ്പലത്തിൽ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും അമ്പലങ്ങളിലേക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എനിക്കും പറ്റാറില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, 1-2 വർഷമായിട്ട് നമ്മൾ അമ്മേനെയും കൊണ്ടുള്ള ഈ ഓട്ടം പാച്ചിലും മാനസികമായ ടെൻഷനുകളും അങ്ങനെയൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ലേശം മാറ്റമുണ്ട്. അപ്പോൾ മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മിനിങ്ങാന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പസൽസ് ഇല്ല, പക്ഷെ ബാക്ടീരിയ ഉണ്ട്. എങ്കിലും ഒരു സമാധാനം. അമ്മ വന്നു ഇങ്ങനെ മെല്ലെ നടക്കണു, ഇരിക്കണു, നമ്മൾ ഭക്ഷണം കൊടുത്ത അമ്മ കഴിക്കണു, അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സമാധാനം, സന്തോഷം ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സമാധാനം സന്തോഷം ഉണ്ടെങ്കിലും അത് അല്പായുസ് മാത്രമുള്ള പോലെ നമുക്ക് തോന്നുക, ദുഃഖങ്ങൾ കൂടുതലുള്ള പോലെ അല്ലേ. പിന്നെ അമ്പലത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എനിക്ക് നല്ലത് വരണം, എനിക്ക് സന്തോഷം കിട്ടണം, അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്കാറ് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, അതുപോലെ മനസ്സമാധാനം സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കും. അപ്പം നമ്മൾ മനുഷ്യർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു ആഗ്രഹം കഴിഞ്ഞാൽ അടുത്തൊരാഗ്രഹം. അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്തവരില്ല. മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാത്തവരില്ല. മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വിശപ്പും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി സ്വത്തും പണവും എല്ലാറ്റിനോടും ആർത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് അല്ലേ. പക്ഷെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിചാരം വികാരം എല്ലാം ഉണ്ട്. മൃഗങ്ങൾക്ക് വികാരം മാത്രമേ ഉള്ളൂ, വിചാരമില്ല എന്ന് പറയും. പക്ഷേ ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരവരുടെ വിശപ്പടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം കഴിഞ്ഞു. അവർ പിന്നെ ഒരു തിരി വിശ്രമിക്കുകയായി. അത് കഴിഞ്ഞ് അടുത്ത വിശപ്പ് വരുമ്പോഴാണ് അവർ അതിനെ ഇര തേടാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം തേടിയുള്ള അലച്ചിൽ ഉണ്ടാവുള്ളൂ അല്ലേ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് പണ്ടുള്ളവർ പറയാം, അതായത് പണം കണ്ട പിണവും വായ പിളർക്കും. അതായത് നമ്മൾ മരിച്ചു കിടക്കുകയാണെന്നുണ്ടെങ്കിലും പണം കണ്ടു കഴിഞ്ഞാൽ അറിയാതെ വായ പൊളിച്ചെഴുന്നേറ്റ് വരുന്ന പറയാ. ശരിയാണ്. നമുക്ക് എത്ര കിട്ടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആർത്തി എന്ന് ഉള്ളവരുണ്ട്. പക്ഷെ ആർത്തി എന്നല്ല, പക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിത സുഖങ്ങളിൽ നമ്മൾ ഇനിയും വേണം എന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പോരുന്നു. പിന്നെ ഓരോരുത്തർക്കും നമ്മൾ ഓരോ നാളുകൾ കാര്യങ്ങൾ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ആ നാൾ പ്രകാരം ഒരു നാളിൽ തന്നെ ജനിക്കുന്ന പല വ്യക്തികളുണ്ടായിരിക്കും. പലരുടെയും പല രീതിയിലായിരിക്കും സ്വഭാവം. പക്ഷേ നമ്മൾ ജനിക്കുന്ന സമയമാണ് ഓരോരുത്തരുടെയും ഇത് നിശ്ചയിക്കുന്നതെന്നാ പറയുക, ഗ്രഹനില നിശ്ചയിക്കുന്നതെന്നാ പറയുക. എന്നാലും അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ആയി അനുഭവിച്ചും കൊണ്ട് പോവുകയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനോട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയും ഇല്ലേ. ദൈവമേ എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണേ, ദൈവമേ എനിക്ക് മനസ്സമാധാനം തരണേ, സന്തോഷം തരണേ, സാമ്പത്തികം വേണം. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലേ. അപ്പോൾ ദൈവങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് കഷ്ടകാലം എന്നാ പറയുക. കഷ്ടകാലം എന്ന് പറയല്ല, നമ്മൾ നമുക്ക് ദൈവങ്ങൾ ഓരോരോ ദൈവങ്ങളുണ്ട് അല്ലേ. നമ്മുടെ കൃഷ്ണനുണ്ട്, ശിവഭഗവാൻ ഉണ്ട്, അതുപോലെ തന്നെ പാർവതി ദേവിമാരുണ്ട്, അമ്മമാര് ദേവിമാരുണ്ട്, ഗണപതി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മുരുകനുണ്ട്. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കും എല്ലാവരോടും. അപ്പം ഓരോ ദൈവങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള കഷ്ടകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനുഷ്യനെ പോലെ തന്നെ ദൈവങ്ങൾക്കും കഷ്ടകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കൃഷ്ണനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ ജനനം തന്നെ എത്ര ബുദ്ധിമുട്ടില്ല അല്ലേ. ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുനിന്ന് മാറ്റപ്പെട്ടിട്ട് വേറൊരു വളർത്തച്ഛനും വളർത്തമ്മയും ഉണ്ടായി. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മുടെ കള്ളക്കണ്ണൻ പുഞ്ചിരിയോടുകൂടി എല്ലാം സഹിച്ചും, അതുപോലെ തന്നെ നമ്മൾ ഭക്തന്മാരായ നമ്മളോട് എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളായിക്കോട്ടെ നമ്മുടെ വിഷമങ്ങളായിക്കോട്ടെ നമ്മളെല്ലാം മറക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു ഉണ്ണിക്കണ്ണനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ എന്തെന്നാ പറയുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷ്ണനെ കാണാം അല്ലേ. പിന്നെ മാത്രമല്ല നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹം നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, ഒന്നിനും ഒരു ഇതില്ല എന്നാ പറയുക.
കൃഷ്ണൻ്റെ നല്ല ഭഗവാന്മാരുടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും പറയും ഭഗവാന്മാരുടെ അങ്ങനെ ചിട്ട വേണം, ഇങ്ങനെ ചിട്ട വേണം, അത് വേണം. പക്ഷെ ഭഗവാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും തുണിലും തുരുമ്പിലും ഉണ്ട്, എല്ലായിടത്തും ഉള്ളത് കൊണ്ട് അവരെ മറച്ചിട്ട് നമുക്ക് ഒന്നുമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഭഗവാനെ എവിടെ വെച്ചാലും നമുക്കത് ദോഷമല്ല എന്നുള്ളതാണ് പറയുക. അതെന്തോ ആവട്ടെ, അതിലേക്കും നമ്മളിപ്പോൾ കടക്കണില്ല. അപ്പം നമുക്ക് ഭഗവാനോട് ഭഗവാന്റെ ദുരിതങ്ങൾ, ഇപ്പം ശ്രീരാമനെ നമ്മൾ പറയും, ശ്രീരാമൻ കൃഷ്ണന്റെ വേറൊരു അവതാരമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അവതാരങ്ങളിൽ പല അവതാരങ്ങളിലും ഓരോ കാര്യങ്ങൾക്കും അതായത് ഓരോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ജന്മങ്ങൾ അല്ലെങ്കിൽ ഓരോ അവതാരങ്ങൾ കൃഷ്ണൻ എടുത്തിറക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം ഓരോ അവതാരങ്ങളിലും ഓരോ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായിട്ടാണ് കൃഷ്ണൻ ഓരോ അവതാരങ്ങളായിട്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീരാമന്റെ അവസ്ഥ നോക്കൂ. ശ്രീരാമൻ എന്ന് പറയുമ്പോൾ സഹോദരന്മാരൊക്കെ ജീവന് തുല്യം സ്നേഹിച്ച് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹമൊക്കെ കിട്ടി വളർന്ന ഒരു ഭഗവാനാണ് ശ്രീരാമൻ. പക്ഷേ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബാക്കി ബുദ്ധിമുട്ടുകൾ കാനനവാസം പോലും ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ കൃഷ്ണന്റെ കാര്യം പറഞ്ഞു, ശ്രീരാമന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്നും വിശദീകരിക്കണില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ല ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളേ ഉള്ളൂ. നമ്മളെപ്പോഴും ആകുലതപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവാനോട് നമ്മുടെ വിഷമങ്ങൾ പറയുന്നുണ്ട്. ഭഗവാൻ നമുക്ക് എന്തൊക്കെ ദുരിതങ്ങളിലൂടെ പോയ ഭഗവാന്മാരാണ്. ഭഗവാനും ഉണ്ട് കഷ്ടകാലങ്ങൾ, അല്ലെങ്കിൽ ഭഗവാന്മാരും അനുഭവിച്ചിട്ടുണ്ട് ദുരിതകാലങ്ങൾ എന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് പോലും അനുഭവിച്ച ദുരിതകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഭഗവാന്മാരിൽ നിന്നും എത്ര കീഴെയാണ് നമ്മൾ മനുഷ്യൻ എന്ന ഒരു ജന്മം. അപ്പോൾ ആ ജന്മങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഭഗവാനോട് നമുക്ക് നമുക്ക് എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും വന്നാലും അത് നേരിടാനുമുള്ള ഒരു മനഃശക്തിയും അതുപോലെ തന്നെ നമ്മൾ അതെല്ലാം നമുക്ക് ആ ദുരിതങ്ങളെല്ലാം നമുക്ക് സഹിക്കാനുള്ള പൊറുക്കാനുമുള്ള ഒരു കഴിവും ഭഗവാൻ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിവും നമുക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു കഴിവ് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റുന്നത് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെല്ലാം സഹിച്ച് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ജീവിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം സഹിച്ച് തരണം ചെയ്ത് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും നമുക്ക് ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രമാണ് നമ്മൾ പറയും, നമ്മുടെ താഴേക്ക് നമ്മൾ ചിന്തിക്കണില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അസുഖങ്ങളൊക്കെ വരാതിരിക്കട്ടെ, അസുഖങ്ങളില്ലാതിരുന്നാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം അല്ലേ. അപ്പോൾ ദൈവങ്ങൾക്ക് പോലും കഷ്ടകാലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ. എങ്കിലും നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആരോടാണ്, നമ്മുടെ ഭഗവാനോട്. അപ്പോൾ ആ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ ഒരു സമാധാനം അല്ലെങ്കിൽ അത് നേരിടാനുള്ളൊരു ശക്തി, നമുക്ക് ഒരു മനോധൈര്യം നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ട്, നമ്മൾ അമ്പലങ്ങളിൽ തന്നെ പോയിട്ട് പ്രാർത്ഥിക്കണമെന്നില്ല എന്ന് പറയും. പക്ഷെ എങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് നമ്മൾ ശ്രമിക്കന്നെ വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കന്നെ വേണം. അത് നമുക്ക് മനസ്സിനൊരു ശാന്തിയും സമാധാനവും തരും അല്ലേ. ഇപ്പോൾ ഗുരുവായൂരപ്പനോട് നമ്മൾ പറയും എന്തൊക്കെ തിരക്ക് സഹിച്ചിട്ട് അല്ലെങ്കിൽ എത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ ക്യൂലൊക്കെ നിന്നിട്ടൊന്ന് കാണാൻ പറ്റുക. അതുപോലെ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ ശുദ്ധികലശാണ്. അപ്പോൾ ഉച്ചവരെ നമുക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എത്ര ദൂരേന്ന് വന്നിട്ട് അമ്പലത്തിൽ നമ്മൾ ചിലപ്പോൾ തലേ ദിവസമൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ തലേ ദിവസം വന്ന് താമസിച്ചിട്ട് തൊഴുതിട്ട് പോകാനായിട്ട്, അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും ഇന്നലെ കാലത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്ത് അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പോകാമെന്ന് വയ്ക്കൂ. അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞ് തൊഴാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടല്ലേ. എത്ര കൊച്ചു കുട്ടികളെ കൊണ്ടിട്ട് എത്ര പേര് ക്യൂവിൽ നിന്നിട്ടാണ് തൊഴുന്നത്. അതൊക്കെ ഒരു ഭയങ്കര കഷ്ടം തന്നെയാണ്. കാര്യം ശരി, നമുക്ക് തിക്കും തിരക്കുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന, പക്ഷെ നമ്മൾ നടക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവർ നമ്മളതിനെ ആട്ടി അകറ്റി വിടണ പോലെയാണ് വിടുക, അങ്ങോട്ട് മാറിപ്പോവാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ എന്തെന്നാണ് നമുക്കൊന്ന് കൺകുളിർക്കെ കാണാനും കൂടി പറ്റാത്തൊരവസ്ഥയല്ലേ. ചിലപ്പോൾ നമുക്ക് കാഴ്ച പരിമിതി ഉള്ളവരുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ തിക്കിലും തിരക്കിലും ചെന്ന് നമ്മൾ നടക്കിലേക്ക് ചെന്ന് നമ്മൾ ഒന്ന് തൊഴാൻ പോലും ചിലപ്പോൾ മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന പോലെ ആകാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ശുദ്ധികലശം നടത്താൻ കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഹിന്ദു ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കിടക്കാൻ പാടില്ല, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അമ്പലത്തിലൊന്നും മാത്രമല്ല നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ
സ്ഥാപനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ബോർഡുകൾ വെച്ചിട്ടുണ്ട്, അത് പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് കേട്ടോ. നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് വായിക്കാനും അതുപോലെ തന്നെ പെരുമാറാനും കഴിയുന്ന വ്യക്തികളല്ലേ. അപ്പം അതുപോലെ നമ്മൾ ശ്രമിക്കുക വേണം. അപ്പം ഇങ്ങനെ ഒരാൾ കയറിയത് കൊണ്ട് ശുദ്ധികലശം നടത്തിയെന്ന് പറഞ്ഞാൽ 3 നേരത്തെ പൂജകൾ, അതായത് ഇപ്പം ശീവേലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വട്ടമാണല്ലോ, അപ്പം അത് 30 പ്രാവശ്യം നടക്കണം അത്ര ശിവേലിയൊക്കെ. അപ്പം എത്ര സമയം പോയി. സമയം പോണത് മാത്രമല്ല, എത്ര നമുക്ക് ആ നിവേദ്യങ്ങൾ ഉണ്ടാക്കലും പിന്നെന്താ മുണ്ട് കൊടുക്കലും ദക്ഷിണ കൊടുക്കലും ഇതൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും അപ്പോൾ സാമ്പത്തിക നഷ്ടം വേറെ. അപ്പോൾ സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, ബാക്കിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, എത്രയോ ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് നേരിൽ കാണാനോ അല്ലെങ്കിൽ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാനോ പറ്റാത്ത ആ ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിഷമകരമായ കാര്യമല്ലേ. അപ്പോൾ അത് നമ്മുടെ മനുഷ്യൻ ചിന്തിക്കാത്ത കാരണം കൊണ്ട് അതുണ്ടായത്. അപ്പോൾ അതാണ് പറയുന്നത്, മനുഷ്യൻ അതിങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്താ പത്രം ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ള പോലെയാണ് കിടക്കുക അല്ലെങ്കിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലവർക്ക് നമ്മൾ ചെയ്യരുത് അല്ലെങ്കിൽ അരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ഉത്സാഹം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്മാരിൽ അവരും നിസ്സഹായമായിരിക്കുകയാണ്. ഭഗവാന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം കൃഷ്ണൻ തന്നെ നിസ്സഹായനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കാനാണ് കൃഷ്ണനും പറ്റുള്ളൂ. ഒരു വ്യക്തി കാരണമാണ് ഇത് സംഭവിക്കുന്നത്, ഭഗവാന്റെ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെത്തെ സാഹചര്യങ്ങളിൽ മനുഷ്യന് എന്തെന്നാ പറയുക, വികാരം വിചാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്ത രീതിയിലാണ് മനുഷ്യൻ പെരുമാറുക. മറ്റുള്ളവരുടെ ദുഃഖം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് പലരും പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്താഗതികൾ ഇതെല്ലാം ഓരോരോ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് ഭഗവാനോട് സങ്കടം പറയാനും അല്ലെങ്കിൽ ഭഗവാനോട് എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് പറയാനും അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ബാക്കി നമ്മൾ മനുഷ്യരും കുറച്ചൊക്കെ നമ്മൾ പെരുമാറേണ്ട രീതിയും അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആ രീതിയിൽ കൂടെ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പറയും ഭഗവാൻ എന്നുള്ള ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതിനൊന്നും ഉത്തരം പറയാനായിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസം അല്ലേ, ഹിന്ദുക്കളിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കാം, പക്ഷെ അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ പറയണമെന്ന് മാത്രം. അതിപ്പോൾ കൃഷ്ണനായിക്കോട്ടെ, ശിവഭഗവാനായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ദേവന്മാരും ആരോടൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ ഓരോരോ അമ്പലങ്ങളിൽ നമ്മൾ പോകണില്ലേ, നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ കൂടെയാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലേ. പ്രതീക്ഷകളില്ലാത്തടത്തോളം നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുക, നാളെ എനിക്ക് നല്ലത് വരും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ, നാളെ എനിക്ക് നല്ലത് വരും എന്നുള്ളത്, കഴിഞ്ഞു പോയത് പൊക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ നഷ്ടങ്ങൾ എന്താ വെച്ചാൽ അത് പൊക്കോട്ടെ, എനിക്ക് നാളെ നല്ലത് വരും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും പറയും കഴിഞ്ഞത് കഴിഞ്ഞു, ഇന്നലെ ജീവിക്കുക, നാളേക്ക് നമുക്ക് പിന്നെ ചിന്തിക്കാമെന്ന്. എങ്കിലും നമ്മൾ എപ്പോഴും പറയും നാളെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് പറയുക അല്ലേ. നാളെ കാണാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ മരണത്തെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്. കാരണം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലത് നടക്കും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു എന്തൊക്കെ ആയിക്കോട്ടെ, ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഇല്ലാത്ത മനുഷ്യരില്ലെങ്കിലും അതെല്ലാം സഹിക്കാനും പൊറുക്കാനും ദൈവം നമ്മളെ കടാക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാവർക്കും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങളല്ല എല്ലാവർക്കും നമ്മുടെ ഭഗവാന്മാരുടെ ദേവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.